നമുക്കേ ഒരു ഫിഷ് മോളി ഉണ്ടാക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ തന്നെ വേണമെന്നില്ല, ഞാൻ ഇതിനു മുന്നേ ക്യാറ്റ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് മുഷി ഇനത്തിൽപ്പെട്ട ഒരു ഫിഷ് യൂസ് ചെയ്തായിരുന്നു. ഇതും തമ്മിൽ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നെയ്മീന് കുറച്ച് വില കൂടുതലുണ്ടെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയില്ല. പിന്നെ ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. മാരിനേഷന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 മുറി നാരങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മീനൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ തേങ്ങാപ്പാലിന് എടുക്കുന്നത് ഇതുപോലെ പാക്കറ്റ് പാല കേട്ടോ, റെഡിമെയ്ഡ് മിൽക്ക്. അതിൽ 2ാം പാൽ എടുക്കുന്നത് 1/2 കപ്പ് പാലിൽ 1 കപ്പ് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് 2ാം പാൽ എടുക്കുന്നത്. ബാക്കി മിച്ചം വരുന്നത് 1/4 കപ്പോളം നമുക്ക് തിക്കായിട്ടുള്ള 1ാം പാലും കിട്ടും. പിന്നെ നമുക്ക് ഫിഷ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ഫിഷ് 2 വശവും 3 മിനിറ്റോളം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കും. 3-4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാകും. ഇത് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. 2 വശം മറിച്ചിട്ട് 3 മിനിറ്റ് വീതം. ആദ്യം നമുക്ക് മസാലക്കൂട്ട്, അതായത് ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, ഇത് 3 ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്കൊരു 5-8 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 2 എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഇട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇത് മാറിക്കഴിയുമ്പോഴത്തേക്കിനും ഇതിലേക്ക് നമ്മൾ 2ാം പാലുണ്ടാക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. 2ാം പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും മീനും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനി ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാതെ വേണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. ഇനി ഇതിലേക്ക് നിങ്ങളുടെ ഉപ്പ് ഓരോ പ്രാവശ്യവും നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് പിന്നെ നമ്മൾ 1 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, പിന്നെ ഒരു വലിയ തക്കാളിക്കാണെങ്കിൽ 1 മുറി തക്കാളിക്ക, അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളിക്ക ഇതുപോലെ 3-4 കഷ്ണങ്ങൾ റൗണ്ടായിട്ട് അരിഞ്ഞതും കൂടെ വെച്ച് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഇത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങും. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലപോലെ തിളയ്ക്കും. ഈ തിളച്ച് വരുമ്പോഴത്തേക്കിനും തീ ഞാൻ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് 1ാം പാൽ, നല്ല കട്ടിയുള്ള പാലും കൂടെ ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഒരു ശകലം കൂടെ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കണം, നിങ്ങളുടെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇതിലേക്ക് ഒരു ശകലം കുരുമുളക് പൊടി ചതച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ അടച്ച് വെച്ച് ചൂടാക്കുക ചെയ്യാവുള്ളൂ. തിളപ്പിക്കുകയും ചെയ്യരുത്. ഗ്യാസ് അപ്പം തന്നെ ഓഫ് ചെയ്യണം 1ാം പാൽ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും. പിന്നെ ഇത് നല്ല ചൂടാ അപ്പത്തിൻ്റെ കൂടെ ഞാൻ ക്രിസ്മസ് ഈവനിങ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.